മലപ്പുറം തലക്കടത്തൂർ ഡിവിഷനിൽ 3 UDF വിമതർ പത്രിക പിൻവലിച്ചു. മത്സരിക്കാൻ UDFിൽ നിന്ന് നോമിനേഷൻ നൽകിയ 4 പേരിൽ 3 പേർ പിൻവലിച്ചു. കുന്നംകടവത്ത് ഷൗക്കത്ത് അലിയെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ശേഷിക്കുന്ന 3 പേരാണ് പത്രിക പിൻവലിച്ചത്. സമീർ ബിൻ കരീം ചേരുന്നുണ്ട് വിശദാംശങ്ങളായ. സമീർ, പള്ളിക്കൽ ബസാറിലെ കാര്യമെടുത്താൽ 9 സ്ഥാനാർത്ഥികൾ വരെ ഒരു വാർഡിലേക്ക് UDF ഉണ്ടായിരുന്ന ഇടമാണ്. അവിടെ 7 പേരെ പിൻവലിപ്പിക്കാനായി. ഇപ്പോൾ തൃക്കടത്തൂരിലെ കാര്യം വരുമ്പോഴും സമാനമായി അങ്ങനെ വിമതരുടെ ശല്യം, തലക്കടത്തൂരിലെ കാര്യം വരുമ്പോഴും സമാനമായി ഈ വിമതരുടെ ശല്യം ഏതാണ്ട് ഒഴിവാക്കാൻ UDFന് സാധിക്കുന്നുണ്ടല്ലോ അല്ലേ? ഗോകുൽ, തലക്കടത്തൂർ ഡിവിഷനിൽ പൂർണ്ണമായും വിമത ശല്യം ഒഴിവാക്കാൻ UDFന് കഴിഞ്ഞു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം. നിലവിൽ UDFന് സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു. കുന്നംകടവത്ത് ഷൗക്കത്ത് അലിയാണ് ഇപ്പോൾ UDFന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ നേതൃത്വം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അദ്ദേഹം ഉൾപ്പെടെ 4 പേരായിരുന്നു ഈ തലക്കടത്തൂർ ഡിവിഷനിലേക്ക് നോമിനേഷൻ നൽകിയിട്ടുണ്ടായിരുന്നത്. അതിൽ 3 പേരും പത്രിക പിൻവലിച്ചു. അവരുമായി സംസാരിച്ചാണ് നേതൃത്വത്തിലെത്തി പത്രിക പിൻവലിപ്പിക്കാൻ നേതൃത്വത്തിനായി. അതോടുകൂടിയാണ് ഈ ഷൗക്കത്ത് അലിയെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ തന്നെയാണ് അദ്ദേഹം മത്സരിക്കുക. ഈ താനൂർ ബ്ലോക്ക് പഞ്ചായത്തിലാണ് തലക്കടത്തൂർ ഡിവിഷൻ വരുന്നത്. ഇവിടെയാണ് വലിയ തോതിൽ കോൺഗ്രസിന് ഒരു 4 പേർ ഒരു സ്ഥാനാർത്ഥി പത്രിക നൽകുകയും അത് വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് എത്തുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.